കൃപാസനം പത്രം ജൂൺ മാസത്തെ ഉടമ്പടി സാക്ഷ്യങ്ങൾ. തലപ്പള്ളിയിൽ നിന്നും ജിൻസു മാത്യു. ഹെൽപ്പ് സിൻഡ്രം എന്ന അസുഖം മൂലം 34 ദിവസം ICUവിൽ കിടന്ന് മരിച്ചു പോകുമെന്ന് വിചാരിച്ച മകൾ കൃപാസനം അൽത്താരയിൽ. 7.5 മാസം പ്രഗ്നൻ്റായ എൻ്റെ അനിയത്തിക്ക് BP ഹൈ. ഹെൽപ്പ് സിൻഡ്രം എന്ന അസുഖം മൂലം കുഞ്ഞിനെ എമർജൻസിയായി ഓപ്പറേഷൻ ചെയ്തെടുത്തു. ആ സമയം തന്നെ അനിയത്തിക്ക് ഫിറ്റ്സ് വരികയും ബ്ലീഡിംഗ് ആകുകയും ലിവർ 80% ഡാമേജ് ആകുകയും ചെയ്തു. വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. 34 ദിവസം അവിടെ കിടക്കേണ്ടി വന്നു. ഒരു കാരണവശാലും അനിയത്തി രക്ഷപ്പെടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കുഞ്ഞും ICUവിലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ICUവിൽ കയറി ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അനിയത്തിയുടെ ഭർത്താവും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടു. ഇപ്പോൾ സുഖമായിരിക്കുന്നു. ഡോക്ടർ അനിത, പാല, കോട്ടയം. ഡോക്ടർ ദമ്പതികളുടെ മകന് ലഭിച്ച അത്ഭുത സാക്ഷ്യം കൃപാസനം അൽത്താരയിൽ പങ്കുവച്ചപ്പോൾ, ഞങ്ങളുടെ ഇളയ മകന് 2.5 വയസ്സിൽ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന ഒരസുഖം കിഡ്നിയെ ബാധിച്ച് മൂത്രത്തിലൂടെ ഹൈ ലെവലിൽ പ്രോട്ടീൻ പോകുന്ന ഒരു അസുഖമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മകന് സ്റ്റിറോയിഡ് തുടങ്ങി. ബോഡി വെയ്റ്റിൻ്റെ ഡബിൾ ഡോസിൽ സ്റ്റിറോയിഡ് എടുത്തിട്ടും അസുഖത്തിന് കുറവ് വരാതെ കുഞ്ഞിൻ്റെ വെയ്റ്റ്, പ്രഷറും ഷുഗറും കൂടി ഹൈപ്പർ ആക്റ്റീവ് ആകാൻ തുടങ്ങി. അതിനുള്ള മരുന്നുകൾ എടുത്തു തുടങ്ങി. സ്റ്റിറോയിഡിൻ്റെ മരുന്ന് കുറയ്ക്കുന്നതിന് സെക്കൻഡ് ലൈനായിട്ട് മറ്റൊരു മരുന്ന് കൂടി സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് സൈഡ് ഇഫക്റ്റുകളുണ്ടായി. മകന് അസുഖം കൂടി നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മരിയ ഹിലാരി, നീരോടി, തമിഴ്നാട്. പാമ്പ് കൊത്തിയ മകൻ ആദ്യം രക്തം ഛർദ്ദിച്ചു. പിന്നെ മകൻ കരിനീല കളറായി. ഉടമ്പടിയിൽ തൽക്ഷണം സംഭവിച്ച അത്ഭുതം. എൻ്റെ മകനെ പാമ്പ് കടിച്ച് ആംബുലൻസിൽ കൊണ്ടുപോകും വഴി രക്തം ഛർദ്ദിക്കുകയും ദേഹം മുഴുവൻ കരിനീല കളറായി തല കറങ്ങുന്നെന്നും ശ്വാസം കിട്ടുന്നില്ല എന്നും പറഞ്ഞു. പിന്നെ അനക്കമില്ലാതായി കണ്ണു തുറച്ചു നോക്കി മരിച്ചതുപോലെ കിടന്നു. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരുന്ന ഞാൻ ഉടമ്പടി കാശ് രൂപം അവൻ്റെ ഉടുപ്പിൽ കുത്തിവെച്ച്, അമ്മേ, ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന മകനല്ലേ, പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അവൻ മരിച്ചത് സഹിക്കാനാവാതെ ഞാൻ ആംബുലൻസിൽ നിന്ന് ചാടാനൊരുങ്ങി. ആ സമയം മകൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട്, പപ്പ എന്തിനാണ് കരയുന്നത്? എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൽ വിഷമില്ല. മകൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു.